വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു 2-3 കുറച്ച് ലെങ്ത്തുള്ള സെൻറ്റൻസ് ആണ്, എന്നാൽ വലിയ ലെങ്ത് ഇല്ലാത്തൊരു സെൻറ്റൻസുമാണ് കേട്ടോ. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണ്. നമുക്കിങ്ങനെ നോക്കാം. എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് നിൻ്റെ വീട് അറിയില്ല. ഫസ്റ്റ് സെൻറ്റൻസ് ആണ്. എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് നിൻ്റെ വീട് അറിയില്ല. ഇതെങ്ങനെ നമുക്ക് സിമ്പിളായി പറയാൻ പറ്റും? ഒരാളുടെ ആഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാണ്ട് ടു എന്നുള്ളത്, അല്ലേ? എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്. എങ്ങനെ പറയാം? ഐ വാണ്ട് ടു സീ യു. ഐ വാണ്ട് ടു സീ യു. എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് നിൻ്റെ വീട് അറിയില്ല. എനിക്കറിയില്ല, പക്ഷേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ബട്ട് എന്ന് യൂസ് ചെയ്യും, അല്ലേ? ബട്ട് ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല യുവർ ഹോം. എനിക്കറിയില്ല, എന്താ അറിയാത്തത്? നിൻ്റെ വീടാണ് യുവർ ഹോം. സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്. ഐ വാണ്ട് ടു. ഈ വാണ്ട് ടു എന്ന് യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഐ വാണ്ട് ടു സീ. ഐ വാണ്ട് ടു സീ. എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ആരെ? നിന്നെ, അല്ലെങ്കിൽ നിങ്ങളെ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഐ വാണ്ട് ടു സീ യു. ഐ വാണ്ട് ടു സീ യു. എനിക്ക് നിങ്ങളെ, അല്ലെങ്കിൽ നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ബട്ട് ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. എന്ത്? യുവർ ഹോം. നിൻ്റെ വീട്. യുവർ ഹോം അല്ലെങ്കിൽ ഹൗസ്. നിൻ്റെ വീട്. സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാലോ. അപ്പോൾ ഐ വാണ്ട് ടു സീ യു ബട്ട് ഐ ഡോണ്ട് നോ യുവർ ഹോം. എനിക്ക് നിന്നെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് നിൻ്റെ വീട് അറിയില്ല. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്. നിൻ്റെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറേ ദൂരമുണ്ടോ? നിൻ്റെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറേ ദൂരമുണ്ടോ? ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. എങ്ങനെ ചോദിക്കുക? നിൻ്റെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറേ ദൂരമുണ്ടോ? ഇവിടെ നിൻ്റെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറേ ദൂരമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഈസ് ഇറ്റ് ഫാർ? ദൂരമുണ്ടോ? ഈസ് ഇറ്റ് ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരമുണ്ടോ എന്നാണ്. എവിടേക്ക്? ബസ് സ്റ്റോപ്പിലേക്കാണ്. എവിടെ നിന്ന്? നിൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഈസ് ഇറ്റ് ഫാർ ഫ്രം യുവർ ഹൗസ്? ഈസ് ഇറ്റ് ഫാർ ഫ്രം യുവർ ഹൗസ്? നിൻ്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരമുണ്ടോ? ഇനി എവിടേക്ക് എന്നാണല്ലേ? ടു ദ ബസ് സ്റ്റോപ്പ്. ഓക്കെ, ഈസ് ഇറ്റ് ഫാർ ഫ്രം യുവർ ഹൗസ്? നിൻ്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരമുണ്ടോ? ടു ദ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിലേക്ക് എന്നാണ്. അതുകൊണ്ടാണ് അവിടെ ടു ദ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് എഴുതി നോക്കാം. ഈസ് ക്വസ്റ്റ്യൻ ആണല്ലോ, അപ്പം ഈസിനെ നമുക്ക് ഫസ്റ്റിൽ കൊണ്ടുവരാം. ഈസ് ഇറ്റ് ഫാർ? ഈസ് ഇറ്റ് ഫാർ? ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം എന്നാണ്. അപ്പം ഈസ് ഇറ്റ് ഫാർ ഫ്രം യുവർ ഹൗസ്? ഫ്രം യുവർ ഹൗസ്. നിന്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരമുണ്ടോ? എവിടേക്ക്? ടു ദ ബസ് സ്റ്റോപ്പ്. ടു ദ ബസ് സ്റ്റോപ്പ്. ടു ദ ബസ് സ്റ്റോപ്പ്. നിന്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരമുണ്ടോ ബസ് സ്റ്റോപ്പിലേക്ക്? ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരൊറ്റ സെൻറ്റൻസ് കൂടി ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വലിയ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു, അല്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് സംസാരിക്കാനായിട്ടും പഠിക്കാം കേട്ടോ. തീരെ ഇംഗ്ലീഷ് അറിയാത്തവരാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ ഒന്ന് കണ്ടു നോക്കുക. സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. എൻ്റെ കാറ് വർക്ക്ഷോപ്പിലായതുകൊണ്ട് എനിക്ക് ബസ്സിൽ തന്നെ പോകണം. ആ ബസ്സിൽ തന്നെ പോകണം എന്നിവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ കാറ് വർക്ക്ഷോപ്പിൽ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആയതിനാൽ, അല്ലെങ്കിൽ ഉള്ളതിനാൽ എന്നൊക്കെ പറയാം. ആയതുകൊണ്ട് എനിക്ക് ബസ്സിൽ തന്നെ പോകണം. ഇതെങ്ങനെ പറയാം? അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോകേണ്ടി വരും. അത് ആ നിർബന്ധമുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഹാവ് ടു യൂസ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ എനിക്ക് ബസ്സിൽ തന്നെ പോകണം.
എന്തുകൊണ്ടാണ്? കാറ് വർക്ക്ഷോപ്പിലായതിനാൽ. അപ്പം നമ്മൾ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക? എൻ്റെ കാറ് വർക്ക്ഷോപ്പിലായത് കൊണ്ട് എനിക്ക് ബസ്സിൽ തന്നെ പോകണം. ഐ ഹാവ് ടു ഗോ. എനിക്ക് പോകണം, എനിക്ക് പോകേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഗോ എന്നാണ് പറയുന്നത്. ഐ ഹാവ് ടു ഗോ ബൈ ബസ്. ഇനി ഇവിടെ ഒരു സംഭവമുണ്ട്, എനിക്ക് ബസ്സിൽ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഊന്നി അവിടെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബസ്സിൽ തന്നെ പോകണം. ഇതിന് വേണ്ടിയിട്ട് നമുക്കവിടെ ഇറ്റ് സെൽഫ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഇറ്റ് സെൽഫ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവിടെ ബസ്സിൽ തന്നെ പോകണം എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കവിടെ ഇറ്റ് സെൽഫ് എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഐ ഹാവ് ടു ഗോ ബൈ ബസ് ഇറ്റ് സെൽഫ്. ഇനി എന്താണ്? വർക്ക്ഷോപ്പിലായതിനാൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലായത് കൊണ്ട് ആ ഒരു കാരണം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അത് നമുക്ക് ബിക്കോസിന് പകരം ആസ് എന്ന് യൂസ് ചെയ്യാം. ആസ് മൈ കാർ ഈസ് ഇൻ ദ വർക്ക്ഷോപ്പ് അല്ലേ? അപ്പം നമുക്ക് സെൻറ്റൻസ് ആയിട്ട് പറയാം, എൻ്റെ കാറ് വർക്ക്ഷോപ്പിലായത് കൊണ്ട് എനിക്ക് ബസ്സിൽ തന്നെ പോകണം. ഓക്കെ, അപ്പോൾ ഐ ഹാവ് ടു ഗോ. ഐ ഹാവ് ടു ഗോ, എനിക്ക് പോകണം. ബൈ അല്ലേ, ബസ്സിൻ്റെ കൂടെ നമ്മൾ ബൈ ആണല്ലോ അവിടെ. അപ്പം ബൈ ബസ് ഇറ്റ് സെൽഫ്. മറക്കരുത്, ഇറ്റ് സെൽഫ്. നമുക്കവിടെ തന്നെ എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ് ഇറ്റ് സെൽഫ്. ഐ ഹാവ് ടു ഗോ ബൈ ബസ് ഇറ്റ് സെൽഫ്. എനിക്ക് ബസ്സിൽ തന്നെ പോകണം. എന്താ കാരണം? എന്താണ്? ആസ് മൈ കാർ. ഇവിടെ ആസ് യൂസ് ചെയ്യാം, ബിക്കോസ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മളിവിടെ ആയത് കൊണ്ട് അല്ലെങ്കിൽ ആയതിനാൽ എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്കിവിടെ ആസ് യൂസ് ചെയ്തിട്ട് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ആസിൻ്റെ മീനിങ് ആയത് കൊണ്ട്, ഉള്ളത് കൊണ്ട് എന്നൊക്കെ തന്നെയാണ്. ബിക്കോസിൻ്റെ ആ ഒരു മീനിങ് തന്നെയാണ് വരിക. അപ്പോൾ നമുക്കിവിടെ ആസ് മൈ കാർ, എൻ്റെ കാറ് എവിടെ ആയതുകൊണ്ടാണ്? ഈസ് ഇൻ ദ വർക്ക്ഷോപ്പ്. ഈസ് ഇൻ ദ ഓക്കെ അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? എൻ്റെ കാറ് വർക്ക്ഷോപ്പിലായതിനാൽ അല്ലെങ്കിൽ എൻ്റെ കാറ് വർക്ക്ഷോപ്പിലുള്ളതിനാൽ എനിക്ക് ബസ്സിൽ തന്നെ പോകണം. എൻ്റെ കാറ് വർക്ക്ഷോപ്പിലായതിനാൽ എനിക്ക് ബസ്സിൽ തന്നെ പോകണം. അത് ആ ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? ഐ ഹാവ് ടു ഗോ ബൈ ബസ് ഇറ്റ് സെൽഫ് ആസ് മൈ കാർ ഈസ് ഇൻ ദ വർക്ക്ഷോപ്പ്. ക്ലിയർ ആയോ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 3 സെൻറ്റൻസുകളാണ്. അപ്പോൾ 3 കുറച്ച് വലിയ സെൻറ്റൻസ് ആണ്, എന്നാൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൻറ്റൻസും ആണല്ലേ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണം ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും കേട്ടോ. പിന്നെ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു.